വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഈ വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ശാരി എന്ന് പറയുന്ന ആ അമ്മ തകർന്ന് തരിപ്പണമാകുന്ന ദിവസമാണ്. ശരിക്കും മനോഹർ എന്ന് പറയുന്ന മരുമകൻ തൻ്റെ മകളുടെ ജീവിതത്തിൽ ഇത്ര വലിയ പ്രശ്നക്കാരനായിരുന്നു എന്നുള്ള കാര്യം ശാരി മനസ്സിലാക്കി. അവൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ മുഴുവനും ശാരി കണ്ണിന് കാണുകയും ചെയ്തു. ശാരി അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും തകർന്നു പോയി. തൻ്റെ ജീവിതം രാഹുൽ എന്ന് പറയുന്നവൻ നശിപ്പിച്ചു. അതുപോലെ തന്നെ തൻ്റെ മകളുടെ ജീവിതം മനോഹരൻ എന്ന് പറയുന്നവൻ മനോഹരമായിട്ട് ചതിച്ചില്ലാണ്ടാക്കി. ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് അവൻ കണ്ട പെണ്ണുങ്ങളുമായിട്ട് കൊഞ്ചു കുഴയാണല്ലോ. ഇനി താൻ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ശാരിയുടെ മനസ്സ് ഇങ്ങനെ തീ പിടിച്ച് കത്തുകയാണ്. എങ്ങനെയെങ്കിലും അവനെ കണ്ട് 4 വർത്തമാനം പറയണം. തൻ്റെ മോളുടെ ജീവിതം തകർത്തിട്ട് അവൻ അങ്ങനെ സുഖിക്കേണ്ട. ജുബാനയുടെ ബാപ്പ പറഞ്ഞതും അതുപോലെ തന്നെ ഡോണ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശാരി ഇങ്ങനെ ആലോചിക്കുക. ആ സമയത്ത് നമ്മുടെ ശാരിയുടെ മനസ്സിലേക്ക് കിരണും കല്യാണിയും ഒക്കെ പറഞ്ഞ ചില വാക്കുകളും വന്നു. ഏറ്റവും അധികം ദുഃഖത്തിലാകാൻ പോകുന്നത് നിങ്ങളുടെ മകള് തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു കാര്യം ഇതുകൂടെ ആലോചിച്ചപ്പോഴത്തേക്കിനും അപ്പൊ കിരണിനും കല്യാണിക്കും ഒക്കെ ഈ വിവരം നേരത്തെ അറിയായിരുന്നു. അപ്പം എല്ലാ സത്യങ്ങളും എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങളെ ഇട്ട് പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിച്ചതെന്നൊക്കെ ശാരി ആലോചിച്ചു. എന്തായാലും ആ മഹാഭാപിയെ നേരി കണ്ടിട്ട് അവനോട് 4 വർത്തമാനം പറയണമെന്ന് തീരുമാനിച്ചിരിക്കുക നമ്മുടെ ശാരി. ഈ സമയമാണെങ്കിലോ നമ്മുടെ മനു ടോമേട്ടനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൻ്റെ പ്രിയ തമയെ മാറോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ടോമേട്ടൻ ഓരോ കുശലങ്ങൾ ചോദിക്കുമ്പം അതേ ടോമേട്ട, നമ്മുടെ വിവാഹം അധികം താമസിക്കാതെ നടത്തണം കേട്ടോ. എൻ്റെ നിക്കിമോളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ വീട്ടുകാരുടെ സമ്മതമൊക്കെ കൂടി വേണമല്ലോ. എന്തായാലും ഞാൻ വന്ന് വിവാഹം ഉറപ്പിക്കും. അതിനുശേഷം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വരവ് വരും. എൻ്റെ നിക്കിമോളെ എൻ്റെ സ്വന്തമാക്കി എൻ്റെ കൂടെ കൂട്ടാനാണ്. അപ്പം ഏതോ ഒരു പണക്കാരൻ്റെ വീട്ടിൽ പണക്കാരി മോളെയാണ് നമ്മുടെ ടോമേട്ടൻ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോമേട്ടൻ ഏതോ ഒരു കോടീശ്വരനാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിക്കിമോളും ടോമേട്ടനെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അപ്പം ഇവരിങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയത്താണ് ശാരി നമ്മുടെ ടോമേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. മനു ആണെങ്കിലോ വിളിക്കുന്നുണ്ട് നാശം പിടിക്കാനായിട്ട്. അല്ല, ആരാ ടോമേട്ട വിളിക്കുന്നത്? ഒന്നും പറയണ്ട മോളു, ഞാൻ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ, ദുബായിലുള്ള ചില ആൾക്കാരാണ് വിളിക്കുന്നത്. അവർ എന്തെങ്കിലും ചില തരികിട പരിപാടികളൊക്കെ ഒപ്പിച്ച് കാണും. എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും അതിലൊക്കെ എൻ്റെ അങ്ങനെ ആ പെരുന്നുണയൻ ശാരിയുടെ കോൾ അറ്റൻഡ് ചെയ്യാണ്. എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അതെ മോൻ എവിടെയുള്ളത്, എനിക്ക് മോനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ, മോനൊന്ന് ബീച്ചിലേക്ക് വരാമോ എന്ന് ചോദിക്കുക. ഈ പെണ്ണുപിള്ളക്ക് ഇപ്പം എന്താ എന്നെ തനിച്ച് കാണേണ്ട ആവശ്യമൊന്ന് മനു ഇങ്ങനെ മനസ്സിലാലോചിച്ചു. വരാലോ, സമയം എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു. അതിനുശേഷം നിക്കി മോളെ നൈസായിട്ട് പറഞ്ഞു വിടുകയാണ്. മോളു, നമുക്ക് ഇനി കാണാട്ടോ മോളുടെ വീട്ടിലേക്ക്. ഈ ടോമേട്ടൻ വരാന്നൊക്കെ പറഞ്ഞ് നിക്കിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് നിക്കിയുടെ പാട്ടിന് പോയി. അതിന് ശേഷമാണെങ്കിലും മനു ഇങ്ങനെ ആലോചിക്കുക, അല്ല ഇവരെന്തിനാ ഇപ്പം എന്നെ കാണുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും. ഇനി തള്ള സത്യങ്ങളെങ്ങാനും കണ്ടെത്തിയോ എന്നുള്ളൊരു പേടി നമ്മുടെ മനോഹരനുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഒരു ഗുണ്ടയൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് ലക്ഷ്മിയമ്മയെ കൊല്ലാമെന്നുള്ള ആ ഒരു വ്യാമോഹവുമായിട്ട് നമ്മുടെ പ്രകാശനും രാജപ്പനും കൂടി തമ്മി കാണുക. പ്രകാശനാണെങ്കിൽ ഭയങ്കര ടെൻഷനാ. എൻ്റെ രാജപ്പണ്ണ, നമ്മൾ കൊടുത്ത പൈസ അനുസരിച്ച് അവൻ കാര്യങ്ങൾ നടത്തുമല്ലോ അല്ലേ? എനിക്ക് അങ്ങോട്ട് വിശ്വാസമാകുന്നില്ലെന്നേ. എൻ്റെ പ്രകാശം, നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഈ രാജപ്പൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല ഈ ഗുണ്ടാക്കളികളൊക്കെ. എന്നോട് പൈസ വാങ്ങിച്ചിട്ട് ചില ആൾക്കാർ മുങ്ങിക്കളയാറില്ലേ, അവന്മാരെയൊക്കെ പൂട്ടുന്നത് ഇതുപോലെ ചില ആമ്പിള്ളേരെയൊക്കെ ഇറക്കിയിട്ടാ. ഇവന്മാർക്ക് നല്ലതുപോലെ കാശങ്ങ് വാരി വെതറി ഞാനങ്ങ് കൊടുക്കും. അതിനുശേഷമാണെങ്കിലും എനിക്ക് പണം തരാനുള്ളവന്മാരെ ചെവിക്ക് പിടിച്ചു കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ നിർത്തിത്തരും. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, അവന്മാര് കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടത്തിക്കോളും. പിന്നെ ലക്ഷ്മി താമസിക്കുന്ന ഹോട്ടലിൻ്റെ ആ വിവരങ്ങൾ മുഴുവനും നീ തന്നതനുസരിച്ച് ഞാൻ അവന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി അവളുടെ റൂമിൽ ചെല്ലുകയും ചെയ്യും, അവളെ കൊന്ന് കൊല വിളിക്കുകയും ചെയ്യും. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്ന് പ്രകാശൻ ആലോചിക്കുക. നടക്കൂടാ. നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ കാര്യം മറക്കരുത്. അത് മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ.
എന്തുവാണ്ടാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് 30 ലക്ഷമോ 40 ലക്ഷമോ ഒക്കെ തരാനായിട്ട് എനിക്ക് ഒരു പ്രയാസവും ഇല്ല. ഇന്നും എൻ്റെ കാർത്തിക മോള് എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? എത്രയും പെട്ടെന്ന് ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. അപ്പം അവളും ആഗ്രഹിക്കുന്നുണ്ട്. ആ പെണ്ണുപിള്ള തീർന്നു പോയിട്ടാണെങ്കിലും അവളുടെ അമ്മ മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ കാശിൻ്റെ കാര്യം ആലോചിച്ച് അണ്ണൻ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഈ പ്രകാശനൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ അത് വാക്കായിരിക്കുമെന്ന് പ്രകാശൻ പറയുകയാണ്. അങ്ങനെയൊക്കെ ആയാൽ മതി. എന്തായാലും രാത്രി അവൻ വിളിക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന്മാർ തങ്ങളിൽ പിരിയാണ്. ഈ സമയമാണെങ്കിലും ശാരി എല്ലാ കാര്യങ്ങളും മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് മനുവിനെ ബീച്ചിൽ വിളിച്ചു വരുത്തി. അപ്പം മനോഹരനാണെങ്കിലും എന്താ അമ്മേ ഇവിടെ വരാൻ പറഞ്ഞത്? മോനെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരിക്കും നീ ആരാടാന്ന് ചോദിക്കുക. ഇത് കേൾക്കുമ്പോൾ അമ്മ എന്താ അമ്മ പറയുന്നത്? ഞാൻ ആരാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഞാൻ അമ്മയുടെ മരുമോൻ മനോഹർ. മനോഹരനാണെന്ന് നീ ഇവിടെ പറയുന്നു. ശരിക്കും നീ ആരാടാ? നീ ആരാണെന്നും നീ എന്താണെന്നും കുറച്ചു മുന്നേ നീ എന്താ കാണിച്ചു കൂട്ടിയതെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാടാ നിന്റെ മുന്നിൽ വന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ശാരി പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ? നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയോന്ന് മനു ചോദിക്കുക. അതേടാ, നീ മൂന്നാർ മുരുകനാണെന്നും നീ നാട് നീളെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് അവരുടെ പണവും സ്വർണവും ഒക്കെ അടിച്ചു മാറ്റി നാട് വിട്ട് നടക്കുന്ന ഒരുത്തനാണെന്നും ഒക്കെ അറിഞ്ഞടാന്ന് പറയുക. നിങ്ങൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ നിങ്ങളോട് എന്ത് മറച്ചു വെക്കാൻ? അങ്ങനെ മനു വലിയ കോൺഫിഡൻസിൽ സംസാരിക്കുമ്പോൾ ശാരിയുടെ സകല നിയന്ത്രണങ്ങൾ വിട്ടു. ശാരിയാണെങ്കിലോ മനുവിൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചു. അതിനുശേഷം മനുവിന് 2 അടി വെച്ച് കൊടുത്തു. ദേ പെണ്ണുപിള്ളേ, അങ്ങ് മാറി നിൽക്ക്. നിങ്ങളിപ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കുമുണ്ട് ചില സത്യങ്ങൾ പറയാനായിട്ട്. അതെ, നിങ്ങൾ ഈ സത്യങ്ങൾ സരയുനോട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ മനോഹരൻ ആരാണെന്ന് അല്ല ഈ മുരുകൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ഇത്രയും കാലവും നിങ്ങൾ നിങ്ങളുടെ മകളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അവളുടെ അടുത്ത് പറയും. അതോടുകൂടി നിങ്ങളും അമ്മയും മോളും ഒക്കെ തമ്മിലുള്ള ബന്ധം അങ്ങ് അവസാനിക്കുമല്ലോ. ഇവിടെ മഹാഭാവി എൻ്റെ മോളുടെ ജീവിതം തകർത്തതും പോരാ, എന്നിട്ട് അവൻ നിന്ന് പ്രസംഗിക്കുകയാണ്. എന്താ പെണ്ണുപിള്ളയെ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അവളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നോ? അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടപ്പോരുണ്ടെങ്കിൽ അതും വാങ്ങിച്ചിട്ട് അടുത്ത സെക്കൻഡിൽ ഈ മനു സ്ഥലം വിടുമെന്ന് പറഞ്ഞു. നീ അതൊക്കെ ചെയ്യുമെന്ന് നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാടാ ഞാനിപ്പോൾ നിന്റെ മുന്നിലേക്ക് വന്നത്. നിങ്ങളുടെ ഈ ഒരു ഉമ്മാക്കിയൊന്നും കണ്ടാലേ ഈ മനോഹരം പേടിക്കില്ല. പിന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ മറക്കുന്നുണ്ടല്ലോ. ആ സത്യങ്ങൾ ഞാൻ നിങ്ങളുടെ മകളുടെ അടുത്ത് പറയട്ടെ. താരയുടെയും നിങ്ങളുടെ ഭർത്താവ് രാഹുലിൻ്റെയും മകളാണ് സരയു എന്നുള്ള സത്യം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നും അവളുടെ മനോനില തെറ്റുമെന്നും നിങ്ങൾക്ക് മറ്റാരെക്കാട്ടിലും നന്നായിട്ട് അറിയാലോ. എന്തായാലും ഞാൻ ആ സത്യങ്ങൾ അവളോട് പറയണമെങ്കിൽ നിങ്ങൾ ഈ പിടിവിട്ടങ്ങ് മാറി നിൽക്ക്. എന്നിട്ട് മര്യാദ രീതിക്ക് ആലോചിക്ക്. ഞാനത് പറയണോ എന്താ വേണ്ടതെന്ന് ചോദിക്കുക. അങ്ങനെ നമ്മുടെ ശാരിയത നമ്മുടെ മനു കൊടുക്കുകയാണ്. എന്ത് ചെയ്യാന്? ശാരി ഇത്രയും കാലവും മൂടി വെച്ച രഹസ്യം അത് മനു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ മകള് ഒരു മുഴുവൻ ഭ്രാന്തിയായി മാറും. ആ കാൽക്കും എന്നുള്ള ടെൻഷനാണ് ശാരിക്കുള്ളത്. അങ്ങനെ നീ ഇനി എന്തായാലും ഈ കാര്യങ്ങളൊന്നും എൻ്റെ മകളോട് പറയരുത്. അങ്ങനെ പറയാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം തരേണ്ടി വരും. ഇനിയിപ്പോൾ കാര്യങ്ങൾ എന്തായാലും എളുപ്പമായല്ലോ. നിങ്ങൾ എന്താ സ്ത്രീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ സാധാരണ ഒരു വീട്ടിൽ വിവാഹം കഴിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും അധികം നാൾ താമസിക്കാതെ ആ വീട്ടിലെ സമ്പത്ത് അടിച്ചു മാറ്റി അവരുടെ മകൾക്ക് ഒരു കുഞ്ഞിനെയും സമ്മാനിച്ച് അങ്ങനെ ഈ നാട് വിട്ടു പോകുന്നതാ. എടാ, നിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞല്ലേടാ. ആ കുഞ്ഞു മോളോടെങ്കിലും നിനക്കൊരല്പം ദയ കാണിച്ചുകൂടെ? നീ എന്തിനാ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം എടുക്കുന്നതെന്നൊക്കെ ശാരി ചോദിക്കുക. ഞാനിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരോടൊന്നും ഒരു സെന്റിമെന്റ്സ് വെക്കേണ്ട ആവശ്യമൊന്നും ഈ മനുവിനില്ല എന്ന് പറഞ്ഞു. മനു അവൻ എന്തൊക്കെ തട്ടിപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭയക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു മുഴുവൻ ഭ്രാന്തി ആകുമെന്ന് മറ്റാരെക്കാട്ടിലും നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. എനിക്ക് വേണ്ടുന്ന പണവും സ്വർണവും തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. നിങ്ങളുടെ മോൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ച് ശാരി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അവിടുന്ന് പോവാണ്. ഈ കാര്യങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെ കലങ്ങി തെളിയുള്ളെന്ന് നമ്മുടെ മനുവിന് മുന്നേ തന്നെ കണക്ക് കൂട്ടി വെച്ച്. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയമ്മയും കാർത്തികയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു, അല്ല മോളെ, തമിഴ്നാട്ടിൽ നിന്ന് ഏതോ ഒരു ഗുണ്ട ഇറക്കിയിട്ടുണ്ടല്ലോ എന്നെ കൊന്നു കൊല വിളിക്കാൻ വേണ്ടിയിട്ട്.
ആ അമ്മേ, അയാൾ അങ്ങനെയൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ആൾക്കാരെ കിരണും കല്യാണിയും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട. ഈ ഹോട്ടലിൽ അത്യാവശ്യം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള ഹോട്ടലാ. എന്തായാലും അമ്മ സമാധാനമായിട്ട് കിടന്നോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മ വളരെയധികം ആശ്വാസത്തിലും സമാധാനത്തിലും ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ലക്ഷ്മി അമ്മയുടെ റൂമിൽ വെളിയിൽ ഇങ്ങനെ ബെല്ലടിക്കാൻ തുടങ്ങി. അപ്പൊ ലക്ഷ്മി അമ്മ പതുക്കെ വാതിൽ തുറന്നതും ഈ ഗുണ്ടയായിരുന്നു. അവനാണെങ്കിൽ അകത്ത് കയറി ലക്ഷ്മി അമ്മയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. പെട്ടെന്ന് തന്നെ ആശാട്ടി പുറകോട്ട് മലന്ന് വീണു. അങ്ങനെ ലക്ഷ്മി അമ്മയെ ഇപ്പൊ തന്നെ കൊന്നു കൊലവിളിക്കുമെന്ന് പറഞ്ഞ് വന്ന അവനുമായിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മ ഇരുന്നൊരു സംഭാഷണം നടത്തുകയാണ്. അപ്പം ലക്ഷ്മി അമ്മയെ കൊന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയും ആ വിവരങ്ങൾ മുഴുവനും പ്രകാശനെ വിളിച്ചറിയിക്കണം എന്നുള്ളതും ഇവർ തങ്ങളിലൊരു ഡീലായി വരുമ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലും ഇന്ന് രാത്രി എന്തായാലും അവളുടെ അവസാനത്തെ രാത്രി ആയിരിക്കും. 9-ാം തീയതി എന്തായാലും അവൾ കോടതിയിൽ എത്താൻ പോകുന്നില്ല. അവനിപ്പോൾ ആ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ടാവും. അവൻ്റെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിയിട്ടും ഉണ്ടാകും എന്നൊക്കെ ആലോചിച്ച് വളരെ സന്തോഷത്തോടു കൂടി കിടക്കുകയാണ്. അങ്ങനെ പ്രകാശന് ആ രാത്രി ഒരു കോള് വരികയാണ്. ലക്ഷ്മി മരിച്ചുപോയി എന്നുള്ള ആ ഒരു വാർത്തയാണ് അതിലൂടെ വരുന്നത്. ഇത് കേൾക്കുന്ന സമയം സമാധാനമായി. ഇനി എന്തായാലും എൻ്റെ പൊന്നോ നീ അവിടെ നിൽക്കേണ്ടെന്നും പറഞ്ഞ് ആ ഗുണ്ടയോട് ബൈയും പറഞ്ഞ് നമ്മുടെ പ്രകാശനാണെങ്കിലും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു. ഈ രാത്രി തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും അതുപോലെ കിരണും കല്യാണിയും ഒക്കെ കൂടി ചേർന്ന് പ്രകാശന് നല്ല ഒന്നാന്തരം ഒരു പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ എന്തായാലും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന സ്ത്രീ മരിച്ചുപോയി എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ലക്ഷ്മി മരിച്ചതായിട്ട് വരുത്തി തീർക്കാനുള്ള ചില തെളിവുകളെല്ലാം കാർത്തികയും കിരണും കല്യാണിയും ഒക്കെ ചേർന്ന് ഉണ്ടാക്കി. അതിനുശേഷം ഈ കാര്യങ്ങൾ മുഴുവനും പ്രകാശന് ബോധ്യമാകുന്ന രീതിയിൽ അവർ തെളിവുകൾ കെട്ടിച്ചമയ്ക്കുകയാണ്. പിന്നീട് നമ്മുടെ പ്രകാശൻ ഈ സന്തോഷ വാർത്തയുമായിട്ട് നേരെ പോവുകയാണ് നമ്മുടെ രാജപ്പൻ്റെ അടുത്ത്. എൻ്റെ അണ്ണ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവൾ തീർന്നെണ്ണ, അവൾ തീർന്നു. എനിക്ക് സമാധാനമായ എണ്ണ. ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്ന് അണ്ണൻ അറിയോ? 9-ാം തീയതി എങ്ങാനും ആ മഹാഭാവി കോടതിയിൽ വന്ന് സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഈ പ്രകാശനില്ല. ഈ പ്രകാശൻ്റെ സകല സ്വപ്നങ്ങളും ആ കോടതിയിൽ വെച്ച് തകർന്നടിഞ്ഞേനെ. എന്തായാലും ഇപ്പം എനിക്ക് വലിയ സന്തോഷമായി. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയല്ലോ. ഇനി എനിക്ക് സമാധാനമായിട്ട് എൻ്റെ മഹാലക്ഷ്മിയെ ജീവിതത്തിലേക്ക് കൂട്ടാം. ഇപ്പൊ എങ്ങനെയുണ്ടടാ, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നില്ലേ? ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ആ മഹാലക്ഷ്മിയെ വിവാഹം കഴിക്ക്. തരാനുള്ള പൈസയും കൂടി എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാകും. അത് ഞാൻ പെട്ടെന്ന് സെറ്റാക്കാന്ന് പറഞ്ഞ് സന്തോഷത്തിൽ തുള്ളിച്ചാടി നമ്മുടെ പ്രകാശൻ മൂങ്ങാമുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മൂങ്ങയാണെങ്കിൽ എന്താടാ പ്രകാശൻ, നിനക്ക് പതിവില്ലാത്തൊരു സന്തോഷം? അമ്മേ, സന്തോഷമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അമ്മ, നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ആ ലക്ഷ്മി ആയിരുന്നില്ലേ? ലക്ഷ്മിയെ ഞാൻ നൈസായിട്ട് തട്ടിക്കളഞ്ഞമ്മേ. അപ്പൊ ഇത് കേട്ടതും പ്രകാശം നീ ഒരാളെ കൊന്നു കളഞ്ഞെന്നോ? പൊന്നുമോനെ പ്രകാശ, ഇത്രയും കാലവും നമുക്ക് കൊലക്കുറ്റത്തിനൊന്നും നമ്മൾ ആരും ജയിലിൽ പോയി കിടന്നിട്ടില്ല. ഇനി നീയായിട്ട് അതിനും കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കല്ലേ. എൻ്റെ അമ്മയെ, അതിന് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണെന്ന് ഏതാളറിയാനാ? അവളിപ്പം വലിയ പണക്കാരിയൊക്കെ ആയ സ്ഥിതിക്ക് അവളുടെ മരണത്തിൽ അതിന് പിന്നിൽ കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസ് നെട്ടോട്ട് ഓടില്ലേ? ആ സമയത്ത് നീയും അവളും തമ്മിലുള്ള പ്രശ്നങ്ങളും അവർ ചർച്ച ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ അത് നിന്റെ നേരെ വരാനുള്ള സാധ്യതയില്ലേടാ പ്രകാശ. എൻ്റെ അമ്മ, അതിന് ഞാൻ ഈ ഒരു കൊലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും നിന്നിട്ടില്ലെന്നേ. ഇത് രാജപ്പണ്ണൻ്റെ സെറ്റപ്പാണ്. രാജപ്പണ്ണൻ തമിഴ്നാട്ടിൽ നിന്നൊരു ഗുണ്ടയെ ഇറക്കിയിട്ട് അവളെ നൈസായിട്ട് തട്ടിയതാണ്. എന്തായാലും തട്ടിക്കളഞ്ഞല്ലോ, സമാധാനമായി മോനെ. അപ്പൊ ഇതൊക്കെ കേട്ട് വിക്രവും അങ്ങോട്ട് വരികയാണ്. വിക്രവും വലിയ സന്തോഷത്തിലാണ്. അപ്പൊ ഇനി എന്തായാലും ആ മാരണം അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞത് കൊണ്ട് അച്ഛനിൻ്റെയും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഉറങ്ങാമല്ലോ. പിന്നെ ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന സ്ത്രീ പോയതോടുകൂടി അച്ഛൻ്റെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ വലതുകാലെടുത്ത് വെച്ച് വരാൻ പോവല്ലേ. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. കിരണിനെയും കല്യാണിയും ഒക്കെ തകർക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലിരിക്കുക. അന്നങ്ങനെ അത്താഴവും കഴിച്ച് കാർത്തിക മോളുടെ അടുത്ത് പറഞ്ഞു, മോളെ, ഇനി നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മോൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത മോൾക്ക് നാളെ കേൾക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കാർത്തിക ആഗ്രഹിക്കുക, അതേടാ, നാളെ തന്നെ അറിയാൻ പറ്റും. മിക്കവാറും ഇന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് അറിയാനായിട്ട് സാധിക്കുമെന്നും ആലോചിച്ച് അവളും അവളുടെ റൂമിലേക്ക് പോയി.
നല്ല നിദ്രയിലായ നമ്മുടെ പ്രകാശൻ ലക്ഷ്മി അമ്മയുടെ പ്രേതത്തെ കണ്ട് ഞെട്ടുന്നതൊക്കെയാണ് നമ്മുടെ പ്രമോ വിശേഷത്തിലുള്ളത്. അപ്പോൾ ലക്ഷ്മി മരിച്ചുപോയി എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ പ്രകാശനുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ വന്ന ലക്ഷ്മി അമ്മയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രകാശൻ. അപ്പോൾ അതാ അത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് എല്ലാ ദിവസവും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്